ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ ഇന്നലെ കണ്ടായിരുന്നല്ലോ മരം ചുറ്റി പ്രേമം. അപ്പോൾ ആ മരം ചുറ്റി പ്രേമം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പം പൊളിഞ്ഞതെന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ അനുമോള് അതിന് സമ്മതം മൂളിയില്ല. അപ്പോഴേക്കും അനീഷ് കട്ടക്കലിപ്പായി. അനീഷ് അവിടെ ഇരിക്കുകയാണ്. അപ്പം അനുമോള് വന്ന് പറയുന്നുണ്ട്, ചേട്ടാ മൈജി കോർണറിലേക്ക് ഒന്ന് വരുമോ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും അനീഷ് കലിപ്പി പറയാണ്, ഇല്ല ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ എടുത്ത് ചുരുട്ടി വേസ്റ്റ് ബക്കറ്റിൽ എറിയുന്ന പോലെ എറിയും എന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അനുമോളുടെ ഭാഗത്ത് നിന്നും കൂടെ ഒന്ന് നോക്കണം. കാരണം നമുക്ക് ഒരാൾ ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ച് അയാൾ തിരിച്ച് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അനുമോള് ഇതൊക്കെ ആദിലെടുത്ത് വന്നിട്ട് തമാശയായിട്ട് കളിയാക്കി പറയുന്നുണ്ട് കാര്യങ്ങൾ. അയാൾക്ക് എന്നെക്കാട്ടും എനിക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല, ഞാൻ ഒരിക്കലും അനീഷേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല, അനീഷേട്ടൻ്റെ പ്രായം കൂടുതലാണ്, ഞാൻ എന്തായാലും എന്നെക്കാട്ടും ഒരു 2 വയസ്സ് മൂത്ത ആൾക്കാരെയൊക്കെ കെട്ടത്തുള്ളൂ, പക്ഷേ ഇതിപ്പം വലിയ വയസ്സായി. അപ്പോഴേക്കും നമ്മുടെ അതിൽ പറയുന്നത്, വാർദ്ധക്യം ആയിപ്പോവും അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം അനീഷ് ഇനിയിപ്പം അനുമോളുടെ ശത്രുവായവനെ പോലെയാണ് ലൈവിൽ കാണുന്നത്. അനുമോളുടെ അടുത്ത് മിണ്ടാനോ പിടിക്കാനോ ഒന്നും വരുന്നില്ല. അനുമോൾ കുറേ ശ്രമിക്കുന്നുണ്ട് സംസാരിക്കാൻ, പക്ഷേ അനീഷ് വരുന്നില്ല. ഈ അനീഷാണെന്ന് ആലോചിക്കണം, അതിലെയും നൂറയായിട്ട് അനുമോൾ തെറ്റിയിരുന്ന സമയത്ത് പുറകെ നടന്ന് സംസാരിക്കുന്നു പറഞ്ഞ വ്യക്തിയാണ് ഇപ്പം അനുമോൾ വിളിച്ചിട്ട് പോകാത്തത്. എന്താ നടക്കുന്നത്, അനീഷിൻ്റെ ഗെയിം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇപ്പോൾ എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് എഴുതുക. അതോടൊപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറയാൻ കുറേ ന്യായം ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് ഇതൊരു നെഗറ്റീവ് ഗെയിമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമ്മളെത്താം. താങ്ക് യു.